പാലക്കാട്ടെ തോൽവിയിൽ ഇടതുമുന്നണിയിലും കല്ലുകടി. LDF സ്ഥാനാർത്ഥി പി സരിനെ വിമർശിച്ചും പരിഹസിച്ചും മുതിർന്ന നേതാവ് സി ദിവാകരൻ തന്നെ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളിൽ CPI ജില്ലാ നേതൃത്വവും എതിർപ്പ് പ്രകടിപ്പിച്ചു. പത്രപരസ്യം തിരിച്ചടിച്ചെന്നും മതം തിരിച്ചുള്ള പരസ്യം ഒഴിവാക്കാമായിരുന്നുവെന്നും LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മുരളി താരേക്കാട് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പെട്ടി വിവാദം രാഹുലിന് ജനങ്ങൾക്കിടയിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി. പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന് കാരണമായെന്നും CPI ചൂണ്ടിക്കാട്ടും. അയാളെ പറ്റുന്ന എനിക്കറിഞ്ഞൂടാ. എവിടെ നിന്ന് വന്ന് എവിടെ നിൽക്കണമെന്ന് എനിക്കറിയില്ല. ഈ ആളുകൾ ഒരു ദിവസം ഒരു പാട്ട് കേൾക്കുക, രാവിലെ പത്രം വായിക്കും, വേറെ പാട്ടാണ്. നമ്മളെ വായനക്കാരെ അന്തപ്പെട്ടു പോവാണ്. ഇന്നലെ നമ്മൾ വായിച്ചപ്പോൾ ഇയാൾ ഇതല്ലായിരുന്നല്ലോ പാട്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഒന്നും നമുക്ക് താല്പര്യം, എനിക്ക് അവരെ കുറിച്ചൊന്നും ഒരു അഭിപ്രായമില്ല. നിങ്ങളെല്ലാം മീഡിയക്കാരാണ്. നിങ്ങൾക്കുമെല്ലാം രാഷ്ട്രീയം കാണാം, അഭിപ്രായങ്ങൾ കാണാം, ആശയങ്ങൾ കാണാം. അത് വിലക്ക് കൊടുക്കാൻ പറ്റിയതല്ല. അത് അങ്ങനെ ചെയ്യുന്നവർ രാഷ്ട്രീയ പെട്ടി വിവാദം യഥാർത്ഥത്തിൽ പിടിക്കപ്പെടാത്തതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം ചെയ്തിട്ടില്ല. അത്തരം വിഷയങ്ങളിൽ ഊന്നൽ നൽകുന്നതിന് പകരം കുറേയും കൂടി ജനകീയ വിഷയങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടുതൽ പ്രചരണം നടത്തേണ്ടത്. രാഹുലിനെ ഒരു രക്തസാക്ഷി പരിവേഷം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. രാഹുലിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിവാദങ്ങളും രാഹുൽ ഗുണകരമാക്കി മാറ്റി എന്നുള്ളതാണ്. മതനിരപേക്ഷ സാധ്യതകൾക്ക് മുറിവേൽക്കുന്ന ഒരു സാഹചര്യവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് CPIയുടെ നിലപാട്. ആ അർത്ഥത്തിൽ മതം തിരിച്ചുള്ള ഒരു പരസ്യം ഒഴിവാക്കാമായിരുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം ഒരു രാഷ്ട്രീയക്കാരനായ തങ്ങൾക്കെതിരെയാണ്. അത് മനസ്സിലാക്കാതെ മതവികാരം വ്രണപ്പെടുത്തി എന്ന നിലയിൽ അത് വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. TV പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, CPI കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. മുന്നണിക്കുള്ളിൽ ചർച്ചയാക്കാനാണോ പാലക്കാട് തോൽവിയുടെ പശ്ചാത്തലത്തിൽ അവർ ലക്ഷ്യമിടുന്നത്? സുജയ, ചേലക്കരയുടെ പശ്ചാത്തലത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് LDF നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുമ്പോഴും CPIയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ചേലക്കര വിജയമെടുത്ത് പരിശോധിക്കുമ്പോൾ ശരിയാണ്, ഭരണവിരുദ്ധ തരംഗമൊന്നും ആർക്കും പറയാനും കഴിയില്ല. പക്ഷെ നേരെ മറിച്ച് നേരെ പാലക്കാട്ടേക്ക് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് താനും. അതിൻ്റെ ആദ്യ വെടിയാണ് ഇന്ന് സി ദിവാകരൻ പൊട്ടിച്ചിരിക്കുന്നത്. അതായത് പി സരിനെ പറ്റി തനിക്കൊന്നും അറിയില്ല. ആരാണ് ഈ സരിൻ? ഇന്നലെ എവിടെ നിൽക്കുന്നു, ഇന്ന് പത്രം വായിക്കുമ്പോൾ ഒരു പാർട്ടിയിൽ, അദ്ദേഹം അടുത്ത ദിവസം പത്രം വായിക്കുമ്പോൾ മറ്റൊരു പാർട്ടിയിൽ. ഇതൊന്നൊരു ശരിയായ രീതിയല്ല എന്നുള്ളതാണ് സി ദിവാകരൻ്റെ വിമർശനം. അതായത് മറ്റൊരു പാർട്ടിയിൽ നിന്ന് വരുന്ന ആളെ അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു രീതിയെ CPIയുടെ മുതിർന്ന നേതാവ് കൂടിയായ സി ദിവാകരൻ പരസ്യമായി തന്നെ വിമർശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പാലക്കാട്ടെ LDFൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന കമ്മിറ്റിയുടെ ചുമതലക്കാരൻ തന്നെ, CPI നേതാവ് തന്നെ പറയുന്നത് പെട്ടി വിവാദം അത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഗുണം ചെയ്തതെന്നാണ്. അതുപോലെ തന്നെ തങ്ങൾക്കെതിരായ പ്രസംഗം, അതോടൊപ്പം തന്നെ മറ്റ് ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം LDFന് തന്നെ തിരിച്ചടിയാവുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അത് ഈ പെട്ടി വിവാദവും അതുപോലെ തന്നെ തങ്ങൾക്കെതിരായ വിവാദവും മറ്റും പത്രത്തിൽ കൊടുത്ത പരസ്യവും ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് പകരം ആ സമയം കൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനായിരുന്നു സമയം ചെലവഴിക്കേണ്ടത് എന്ന വിമർശനം പരസ്യമായി ഉന്നയിക്കുന്നത് മുന്നണിയിലെ തന്നെ പ്രബല കക്ഷിയായ CPI ആണ് സുജയ. അപ്പോൾ കല്ലുകടിയുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ആ കല്ലുകടി മുന്നണി യോഗത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നതറിയാൻ കാത്തിരിക്കാം.